ഈശോയിലേറ്റ സ്നേഹമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഓരോ മിനിറ്റും നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഗോതമ്പപ്പം. ഈ ഗോതമ്പപ്പത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഈശോയെ കാണാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര കഠിനമാണെങ്കിലും ഈശോയ്ക്ക് ആശ്വാസം പകരാൻ പറ്റും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും എവിടെ ആശ്വാസം കണ്ടെത്താമെന്ന് തേടി പോകാറുണ്ട്. ചിലപ്പോൾ സിനിമ കാണാൻ പോകും, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ സ്ട്രെസ്സ് മാറുന്നവരുണ്ടാവും. പക്ഷേ ഓരോ നിമിഷവും ഈ ബലിപീഠത്തിങ്കിൽ അല്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീണ് കിടക്കുമ്പം നമ്മുടെ ഓരോ ബന്ധനങ്ങളും ഓരോ കെട്ടുകളും അഴിയപ്പെടുന്നുണ്ട് ഈശോയുടെ മുന്നിൽ. നമ്മുടെ ഓരോ പാപങ്ങളാണ് ഈശോയെ കുരിശിലേറ്റിയത്. കുരിശിലേക്ക് നോക്കുമ്പം, ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, ഈശോയെ എൻ്റെ പാപങ്ങളാണല്ലോ നിന്നെ ക്രൂശിലേറ്റിയതെന്ന്. എത്ര പ്രശ്നങ്ങളാണെങ്കിലും, എത്ര വേദനപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, എത്ര കഠിനമായിട്ടുള്ള ആരും നമ്മളെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മെ നോക്കി ദിവ്യകാരുണ്യ ഈശോ ഇരിപ്പുണ്ട്. ഈ ഈശോയുടെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മനുഷ്യനിലേക്ക് നോക്കാതെ, പണത്തിൽ സുഖം തേടാതെ, ലോകത്തിൻ്റെ എല്ലാവിധ സുഖഭോഗങ്ങളിൽ നിന്ന് മാറി ഈ സന്നിധിയിലായിട്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഓരോ സെക്കൻഡും ഈശോയെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായി ഏറ്റുപറയണം. ഈശോ അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയിരിക്കുന്നത്. നമ്മളിൽ നിന്ന് ഈശോയ്ക്ക് വേറെ ഒന്നും വേണ്ട. ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി. നമ്മൾ ജോലിയാണോ പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലാണോ പ്രശ്നം, എല്ലായിടത്തും ഈശോ ഇടപെടും. പ്രാർത്ഥനയ്ക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്, ദിവ്യകാരുണ്യത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കി ഈശോയുള്ള സ്നേഹത്തിൽ വളരാൻ ശ്രമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.